ഹലോ ഗായ്സ്, റാപ്സ് ഡയറീസിൻ്റെ റാപ്സ് കിലോ വ്ളോഗ്സ് എന്നാണ് എപ്പോഴും പേര് വായി വരുന്നത്. റാപ്സ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനനായകൻ സിനിമ. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം സിനിമ തിയേറ്ററിൽ പോകാനുള്ള സമയമായി. പക്ഷേ ഞങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസമാണ്. കണ്ടപ്പം അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. കാരണം വിജയുടെ ലാസ്റ്റ് സിനിമയാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഏറ്റവും അവസാനം വിജയുടെ കുറേ പഴയ സിനിമയുടെ അല്ലെങ്കിൽ വിജയ് അഭിനയിച്ച കുറേ സിനിമയുടെ കുറച്ച് സീൻസും സോങ്ങും വരുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം പുള്ളി നമുക്ക് തന്നിട്ടുള്ള ആ മൊമെൻറ്റ്സ്, ഒരു ഹൈ, ഒരു എന്താ പറയുക, നമ്മുടെ കുട്ടിക്കാലം, അതൊരു വേറെ സംഭവം തന്നെയാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത് വിജയെപ്പറ്റി? വിജയെപ്പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടൻ. തമിഴ് നടനാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു നടനാണ്. അപ്പം ലാസ്റ്റ് ആ പാട്ടൊക്കെ കണ്ടപ്പം എല്ലാവരും ഇറങ്ങിപ്പോയപ്പോഴും ഞാനും പ്രണോയും മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഫുൾ കണ്ടോണ്ട്. പക്ഷെ വലിയ ആർക്കും അങ്ങനെ അതൊന്നും കാണാൻ എനിക്ക് തോന്നുന്നു ഇത്രയും ആദ്യമൊക്കെ കുറേ ഫാൻസൊക്കെ കണ്ടോണ്ടായിരിക്കും. ലാസ്റ്റ് ആയപ്പോൾ അങ്ങനെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അത് കയ്യടിയോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിലൊരു വിഷമം, ചെറിയ വിഷമം, എവിടെയോ ലാസ്റ്റ് ഫിലിം ആണല്ലോ എന്നുള്ളൊരു വിഷമം അതുണ്ടായിരുന്നു. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് തിയേറ്ററിൽ പോയി ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. പക്ഷേ വിജയുടെ സിനിമ ഒരു ലാസ്റ്റ് സിനിമ എന്ന് നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചില സീൻസൊക്കെ നല്ല നല്ല സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചു, ഇനി ഇങ്ങനത്തെ സീനൊക്കെ എങ്ങനെ ഇനി എന്ന് കാണാൻ പറ്റും വിജയുടെ ഒരു പുതിയ സീൻ. പഴയ സിനിമ നമുക്ക് വീണ്ടും കാണാം, എന്നിരുന്നാൽ പോലും പുള്ളിയുടെ ഒരു വൈബുണ്ട്, അത് പ്രത്യേക വൈബ്. അത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഒരു വൈബാണ്. നിനക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്? എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ നല്ലതായിരുന്നു. അത് നമുക്ക് ആ ഒരു മറ്റേ തെരി ഫിലിമിലേക്കൊരു വിജയുടെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പോലീസ് വേഷമൊക്കെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഒരു വിജയുടെ ഒരു ഫീല് കിട്ടാത്ത ഒരു സീൻസ് ആയിരുന്നു അതെല്ലാം. ഒരു ലൂസ് യൂണിഫോമും എനിക്കൊന്ന് 2005 കാലഘട്ടം കാണിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനൊരു അങ്ങനെ ഒരു അപ്പിയറൻസ് കൊടുത്തത്. പക്ഷെ അതിലൊന്നും വിജയുടെ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക, കുറേ സ്ഥലത്ത് ഭയങ്കര ഹീറോയിസം കാണിക്കാൻ ശ്രമിച്ചിട്ട് പാളിപ്പോയ കുറച്ച് സാധനങ്ങളായിരുന്നു ആ പോലീസ് വേഷത്തിൽ വന്നൊക്കെ. അതർവൈസ് ബാക്കിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു, കണ്ടിരിക്കും. നമ്മളൊരു വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിരിക്കും. കുറേ സീൻസൊക്കെ അവർക്ക് ഒന്നും കൂടെ സെറ്റാക്കായിരുന്നു. എന്തൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ചെയ്ത് കുറച്ച് പാളിപ്പോയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. കുറച്ച് ഒരു മാസ് കാണിക്കാൻ, കാരണം ഒരുപാട് മാസ് ബാക്ക് ടു ബാക്ക് മാസ് വരുമ്പോൾ ഒരു മാസം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവലോട്ട് വരണമെങ്കിൽ അതിനേക്കാട്ടും സെറ്റപ്പിൽ കാണിക്കണം. അതാണ് സംഭവം. പിന്നെ സോങ്സ് എല്ലാം നല്ല സോങ്സ് ആയിരുന്നു. സോങ്സ് ആയാലും ഡാൻസ് ആയാലും എല്ലാം സൂപ്പർ. ഞാനപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് പറയായിരുന്നു, ദൈവം ഈ പ്രായത്തിൽ എന്തൊരു ഡാൻസാ, ഫുൾ ഭയങ്കര എനർജറ്റിക് ഡാൻസ്. സോങ്സ് ഒന്നും രക്ഷയില്ലായിരുന്നു. സിനിമയും അങ്ങനെ ബോറായിരുന്നു എന്നല്ല, പക്ഷെ നമുക്ക് എനിക്കൊന്ന് വിജയുടെ ലാസ്റ്റ് പടം ആയതുകൊണ്ട് കുറച്ച് ബൂസ്റ്റ് കൊടുത്ത് ആ ഒരു ഇതാക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു അത്ര ഒരു എഫക്റ്റിലോട്ട് വന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ആസ് എ വിജയ് ഫാൻ നമുക്ക് ഇഷ്ടപ്പെടും, നല്ല പടമാണ് അങ്ങനെ. പിന്നെ മമിതയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഭാഗ്യം മാത്രമല്ല, അവളത് യൂസ് ചെയ്തു. അവൾക്ക് കിട്ടിയ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ കുറച്ച് വട്ടുപിടിച്ച ക്യാരക്ടറൊക്കെ നമുക്ക്, പക്ഷേ അത് കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടുണ്ട് അല്ലേ. അത് അവസാന സമയത്ത് അവൾക്ക് കൊടുത്ത ഒരു വിജയ ലാസ്റ്റ് സിനിമ, അത് ഇത്രയും വലിയൊരു പടത്തിൽ മെയിൻ വിജയുടെ ഒപ്പം തന്നെ അവസാനം വരെ, അത് അവസാനത്തിലൊരു സീനൊക്കെ എന്താ വിജയെക്കാട്ട് നല്ല രീതിയിലൊരു ആക്ഷൻ സീനൊക്കെ കൊടുത്ത് അത് പൊളിച്ചതൊന്നും പറയാനില്ല. ചളിയായി പോകേണ്ട പല സീൻസും കറക്റ്റ് മീറ്ററിൽ അഭിനയിച്ച് അത് സെറ്റാക്കി എടുത്തു. അതുപോലെ മമിതയുടെ കുട്ടിക്കാലം കാണിച്ച ആ കൊച്ചിൻ്റെ സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. അത് സൂപ്പറായിരുന്നു. മൊത്തത്തിൽ നമുക്ക് വിജയിനെ ഇഷ്ടമുള്ള ആള് അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു സാധാരണ ഓഡിയൻസ്, ഇപ്പം നമ്മുടെയൊക്കെ പാരൻസിനെയൊക്കെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവർക്കൊട്ടും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ്.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ വിജയെ സംബന്ധിച്ച് വിജയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അമ്മമാരൊക്കെ ഉണ്ട്. പുള്ളിയാണ് കാണുക, സ്ക്രീനിൽ കാണുക, അധികം ലോജിക്കൊന്നും ഇല്ല. പുള്ളിയുടെ കുറച്ച് മാസ് കാണുക, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, സോങ്, ഡാൻസ്, 2 ഡയലോഗ്, പക്കാ പൊളിറ്റിക്സ് ആണ് കേട്ടോ പടം, പക്കാ പൊളിറ്റിക്സ്. ഈ പടം എന്തുകൊണ്ടവർ എന്താ നമ്മുടെ ഇലക്ഷന് മുന്നേ ഇറക്കിയില്ലെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിൻ്റെ പ്രിൻ്റ് വന്നപ്പോഴും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, കാരണം ഇതിൻ്റെ പ്രിൻ്റ് ലീക്കായിരുന്നല്ലോ. പക്ഷേ ഒന്നും പറയാനില്ല. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, കുറച്ച് ദിവസം കാണും പടം, അത്രേ ഉള്ളൂ. പിന്നെ വിജയുടെ ഒരു പുതിയ പടം തിയേറ്ററിൽ പോയി കാണാൻ ചാൻസ് കുറവാണ്. പുള്ളി പറഞ്ഞതുപോലെ പുള്ളി എല്ലാം ചെയ്തിട്ടുണ്ട് ഇത്ര വർഷങ്ങളായിട്ട്. ഇനിയും പുള്ളി അങ്ങനെ തന്നെ ആയിരിക്കാം. വളരെ ചാൻസ് കുറവാണ് സിനിമയിൽ അഭിനയിക്കാനായിട്ട്. എന്തായാലും ഇനിയും നല്ലൊരു പടം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ വരട്ടെ, അതാണ് ആഗ്രഹം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.